ദേവിയെ കാണരുതെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഞാൻ ദേവിയെ കാണാൻ 4 മണിക്ക് കോളേജിൻ്റെ വാതിൽക്കൽ ചെന്ന് അടുത്തുള്ള ഹോട്ടലിൽ കയറിയിരുന്നു. 2-3 കാപ്പി കുടിച്ചു. ദേവി, ലീവെടുത്ത് എങ്ങും പോകേണ്ട, വ്യസനിക്കരുത്, വിഷമിക്കരുത്, സന്തോഷമായി പഠിക്കൂ, ജയിക്കൂ, ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുവാനായിരുന്നു ഞാൻ കാത്തിരുന്നത്. വളരെ ഇരുന്നിട്ടും ദേവി പുറത്തിറങ്ങിയില്ല. എന്നെ കണ്ടിട്ടാണോ എന്തോ. ഗ്രൗണ്ടിൽ കുറേ സ്ത്രീകൾ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. മതിൽക്കെട്ട് മൂലം അവരെ കാണാൻ വയ്യ. അവരുടെ സമീപമെങ്ങാനും ഇരിക്കുകയായിരിക്കും. ഞാൻ കാത്തിരുന്നു. മനസ്സിന് വല്ലാത്ത വിഷമം, വെറുപ്പ്, കയ്പ്. ദേവിയെ ആകെ എനിക്ക് കയ്പ് തോന്നി. ചുംബിക്കണമെന്നോ കെട്ടിപ്പിടിക്കണമെന്നോ ഉള്ള ആഗ്രഹം പോയി. ഓരോ രോമകൂപത്തോടും വെറുപ്പ്, ആകെ വെറുപ്പ്. കാണാനും ആശ്വസിപ്പിക്കാനുള്ള ആഗ്രഹം പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോന്നൽ, ഞാൻ ഭയങ്കര വിഷമുള്ളതും വളരെ സൗന്ദര്യമുള്ളതുമായ ഒരു മൂർഖൻ പാമ്പാണ്. വെളുത്തതും സൗന്ദര്യമുള്ളതുമായ കുറുനരിയുടെ കഴുത്തിൽ പെട്ടെന്ന് ചുറ്റിയതായും കുറുനരി ഒരു നിമിഷം വിഷമിച്ച് മരണത്തോടടുത്തുവെങ്കിലും ക്ഷണത്തിൽ ഞാൻ സ്നേഹിക്കുന്നതാണല്ലോ എന്നുള്ള ഓർമ്മ വേഗത്തിൽ വന്നതിനാൽ ആ അവസ്ഥ അത് സമ്മതിച്ചതായും ഒരു തോന്നൽ. ഞാനാകുന്ന മൂർഖൻ പാമ്പ് ദേവിയാകുന്ന കുറുനരിയുടെ കഴുത്തിൽ പണവും വിടർത്തി ചുറ്റുമുള്ള ലോകത്തെ നോക്കുന്നു. ഈ ഓർമ്മ എനിക്ക് വളരെ ശക്തി നൽകി, ഉഗ്രവും രൂക്ഷവുമായ ശക്തി. ഞാൻ എങ്ങനെ പോന്നു. വൃക്ഷങ്ങൾക്ക് മീതെ രാജാവിൻ്റെ കൊടിക്കാറ്റിൽ ധീരതയോടെ പറക്കുന്നത് കണ്ടപ്പോൾ എന്തോ എൻ്റെ വിജയ പതാകയാണെന്ന് തോന്നി. ഇനി ദേവിയെ കാണാൻ പോകുകയില്ല. എല്ലാം അവസാനിച്ചിരിക്കുന്നു, എല്ലാം. പക്ഷേ സന്ധ്യയ്ക്ക് ദേവിയുടെ ലേഖനം പ്രസ്സിൽ നിന്ന് കിട്ടി. ലേഖനം നന്നായിട്ടില്ല. അബോധ മനസ്സോ മനുഷ്യജീവിതമോ എന്നാണ് പേര്. പക്ഷേ ലേഖനം നന്നായിട്ടില്ല. അബോധ മനസ്സിനെപ്പറ്റി ദേവിക്ക് എന്തറിയാം? ഏതോ ചില ചവറ് പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ തർജ്ജമ ചെയ്തതായിരിക്കാം. മൊത്തത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റും. ഞാനത് നന്നാക്കാമോ എന്ന് നോക്കി. അവസാനത്തെ സേവനം. പക്ഷേ എൻ്റെ ഹൃദയത്തിനും രുചിക്കുന്ന രീതിയിലല്ല, തിരികെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ദേവിയുടെ അഡ്രസ് ലേഖനത്തിനുണ്ട്. അതിലും ഒരു വിശേഷം. വെറും ദേവി എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് വെട്ടി മിസ് ദേവി എന്നാക്കിയിരിക്കുന്നു. ദേവി അവിവാഹിതയാണെന്ന് പത്രം ഓഫീസിലുള്ളവർ അറിയണമല്ലേ. ഞാൻ മിസ് എന്ന വാക്ക് വെട്ടി മഷി ഒഴിച്ചു കറുപ്പിച്ചു. അവസാന സേവനം. എല്ലാം അവസാനിച്ചിരിക്കുന്നു. അതോ ഇനിയും തുടരുമോ? തുടരും. മനുഷ്യനൊരു മൃഗമാണ്. പ്രേമം ഏറ്റവും വല്ലാത്ത ഒരു അനുഭവവും. ഞാൻ ദേവിയെ സ്നേഹിക്കുന്നു. ഇത് പെട്ടെന്ന് വന്ന ഒരു തോന്നലാണ്. രാത്രി 9-10 മണിയായി കാണും. ഞാൻ മുറിയുടെ ഏകാന്തതയിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നനച്ചിരിയാതെ ദേവിയുടെ ഓർമ്മ. ദേവി അർദ്ധനഗ്നയായി നിൽക്കുന്നു. ആ തുടുത്ത മുലകൾ സുരഭില തീക്ഷ്ണമായ ഒരു മാദകശക്തി. ദേവി എന്നെ വിളിക്കുന്നതായി, ആഗ്രഹിക്കുന്നതായി എനിക്ക് നിർവൃതികരമായ ഒരാലസ്യമുണ്ടായി. ദേവിയുടെ ഭീതിയും ആഗ്രഹവും. ദേവി ഭയപ്പെട്ടിരിക്കുകയാണ്. രഹസ്യം പലരും അറിഞ്ഞുപോയി. ആശ്വസിപ്പിക്കാൻ ഞാൻ വെമ്പി. എന്നെ കാണരുത്, എനിക്ക് എഴുതരുത്. ഞാൻ എഴുത്ത് എങ്ങോട്ടയക്കും? വീട്ടിലില്ലെങ്കിലോ? കോളേജിൽ നിന്ന് അവധി എടുത്തിട്ടുണ്ടെങ്കിലോ? എഴുത്തുമായി ഞാൻ നടന്നു പ്രസ്സിൽ ചെന്നു. കൃഷ്ണൻ നായർ പറഞ്ഞു. കുറേ കമ്മ്യൂണിസ്റ്റ് ചെറുപ്പക്കാർ പറയുന്നതായി കേട്ടത്രേ. ഞാനൊരു നായർ യുവതിയിൽ അനുരക്തനായിരിക്കുന്നു. പരമാർത്ഥമാണോ? ഞാൻ പറഞ്ഞു. പരമാർത്ഥം വിവരമൊന്നും പറഞ്ഞില്ല. ഈ നിലയ്ക്ക് പലരും അറിഞ്ഞു കാണും. ദേവി കൂടുതൽ ദുഃഖിക്കും. രാത്രി ദേവിയുടെ ചില സഹപാഠികളെ കണ്ടു. നാടകത്തിൻ്റെ കാര്യം പറഞ്ഞു. നാടകം എഴുതാൻ സൗകര്യമില്ല. ഞാൻ വീട്ടിൽ പോകുന്നു. സഹോദരിക്ക് കല്യാണം. അവിടെ ചെന്നാൽ സൗകര്യപ്പെടുമോ എന്തോ. വിവരം ദേവിയെ അറിയിക്കണം. ദേവി കോളേജിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അന്ന് ചെന്നിരുന്നു. അപ്പോൾ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാണല്ലേ അവധി എടുക്കുന്നുവെന്ന്. അതോ അവധി എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടോ? നാടകം എഴുതാൻ സൗകര്യപ്പെടുകയില്ലെന്നുള്ള വിവരം ദേവിയുടെ സഹോദരനെയും അറിയിച്ചിരുന്നു. എങ്കിലും സഹപാഠികളോടും പറഞ്ഞു. നാടകം എഴുതി അയക്കണമെന്ന് അവരും പറഞ്ഞു. അയക്കുമെന്ന് തന്നെ ആണ് ദേവിയോട് അവർ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ യാത്ര പറഞ്ഞിറങ്ങി. ഇരുട്ടത്ത് ദേവിക്ക് അഞ്ചലാപ്പീസിൽ കത്തിട്ടു. ആരുടെയും പേരിലല്ല, ചുമ്മാ ഒരു കത്ത്. പകർപ്പിതാണ്. ധൈര്യം അവലംബിക്കുക. ധൈര്യം. ശരിക്ക്. ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം പരിപാലിക്കുക. ദുഃഖിക്കരുത്. സ്വന്തം മാനസികമായ വ്യക്തിത്വത്തെ മുന്നോട്ട് കൊണ്ടുവരൂ. മുന്നോട്ട്. എല്ലാ പേരുടെയും മുമ്പിൽ നല്ല പിള്ള ചമയാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർ തന്നെപ്പറ്റി എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കരുത്. എന്തും പറഞ്ഞോട്ടെ. മുകുളമേ, സൗരഭ്യം പരത്തിക്കൊണ്ട് വികസിക്കൂ. ഭീതിയാവരുത്. മന്ദഹസിക്കുവാൻ. ശരിക്ക്. ധൈര്യം അവലംബിക്കുക. ധൈര്യം. ദേവിയുടെ ഓർമ്മ രാത്രിയിൽ വന്നു. ഒരു പുതിയ റെക്കോർഡ് വാങ്ങി. നിന്റെ ഓർമ്മ എനിക്ക് വരുമ്പോൾ കണ്ണുകളിൽ വെള്ളം നിറയുന്നു എന്ന് തുടങ്ങുന്ന പങ്കജ് മല്ലികിൻ്റെ പാട്ട്. ഒരു കത്തി, ഒരു കണ്ണാടി, ഇതെല്ലാം വാങ്ങിച്ചു. കാലത്തെ എണീറ്റു. മുഖക്ഷൗരം, കുളിയൊക്കെ കഴിച്ചു. 9:30 മണിക്ക് ദേവിയെ കാണാൻ പോയി. ഒടുവിലത്തെ പോക്ക്. വഴിക്ക് പല പെണ്ണുങ്ങളും ആഗ്രഹത്തോടെ എന്നെ നോക്കി. ഞാനും നോക്കി. എനിക്ക് അത്ഭുതമാണ്. ഈ വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ എന്താണ് എന്നിൽ കാണുന്നത്? മധുരമുള്ള പലഹാരത്തെ കാക്ക ഏറുകണ്ടിട്ട് നോക്കുന്ന പോലെ ഞാൻ പോയി. മനസ്സുണങ്ങിയിരിക്കുന്നു. തീരെ പ്രേമമില്ല. ദേവി 10 മണിക്കാണ് വരിക.
9:30 ചെന്നു താവള സ്ഥലത്ത്. സമയം എങ്ങനെ കൊല്ലും? പക്ഷേ ഞാൻ ചെന്ന ഉടനെ വന്നു ദേവി, ശുഭ്രവസ്ത്രധാരിണിയായി വണ്ടിയിൽ. വണ്ടി എന്നെ കണ്ട ഉടനെ പതുക്കെയായി. ഞാൻ ചെന്നു. ദേവി മന്ദഹസിച്ചു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ. ദേവി വളരെ എളുപ്പമുള്ളവളും സുന്ദരിയുമായിരിക്കുന്നു. മുടി കെട്ടിയിട്ടില്ല. ഞങ്ങൾ ഹൃദയം തുറന്നു ചിരിച്ചു. എല്ലാം മറന്നു ചിരിച്ചു. ദേവി ചോദിച്ചു, എന്താ നാടകം എഴുതുന്നില്ലെന്ന് പറഞ്ഞത്? വേണ്ടവർ അവധിയെടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ആർക്കു വേണ്ടി എഴുതണം? ഞാൻ അവധി എടുക്കുന്നെങ്കിൽ എന്താ? അവധി എടുക്കുന്നുണ്ടോ? ഇല്ല. എഴുതാം. എൻ്റെ എഴുത്തെവിടെ? അതുമാത്രം തരികില്ല. വെറുതെ അസാധ്യമായ കാര്യത്തിൽ. ഡോണ്ട് യു ലവ് മീ? ഇല്ലെന്ന് വിചാരിച്ചോളൂ. ദേവി ഹൃദയത്തിൽ എനിക്കായി തേൻ വെച്ചുകൊണ്ട് ഇല്ലെന്ന് വിചാരിച്ചോളൂ എന്ന് പറഞ്ഞതുപോലെ. ഞാൻ ചെന്നിട്ട് എഴുതാം. മറുപടി അയക്കില്ല. എന്നാൽ പോകുന്നില്ല. ദേവി ചിരിച്ചു. ലേഖനം കണ്ടോ? എൻ്റെ പക്കലുണ്ട്. ഞാൻ എഴുതില്ല. എഴുതൂ. ഞാൻ ചോദിച്ചു, വീട്ടിലേക്കോ കോളേജിലേക്കോ? മറുപടി, കോളേജിലേക്ക്. ഞാൻ ഇന്ന് പോകും. ഒരു പുതിയ റെക്കോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. പാട്ടിംഗ് സോങ്. പേന എടുത്ത് പുതിയ ക്ലിപ്പ് കാണിച്ചു. ദേവി വളരെ മനോഹരിണിയായിരിക്കുന്നു. അഹങ്കാരവും ചതിയും കുന്നായ്മയുമൊക്കെ പോയതുപോലെ. ഞാൻ പോകട്ടെ? ആ. ഇനി എന്ന് കാണും? ആ. ഞാൻ പോകുന്നു. ഞങ്ങൾ മന്ദഹസിച്ചു. വണ്ടി തിരിഞ്ഞു. ഞാൻ പോന്നു. എഴുത്തയച്ചിരിക്കുന്ന കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ സ്ഥലം വിടാൻ പോകുന്നു. ഇനി എന്നാണാവോ ദേവിയെ കാണുക എന്ന്. ദേവിയുടെ ഓർമ്മയോടെ ഞാൻ വീട്ടിലേക്ക് പോയി. 10 ദിവസം താമസിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നു. അതിനിടയിൽ എഴുതിയ കത്തുകളാണ് താഴെ കൊടുക്കുന്നത്. ശോഭനെ, ദേവി, സുഖമല്ലേ? ഇന്ന് 22-ാം തീയതിയാണ്. ഞാൻ ഇന്നലെ ഇവിടെ എത്തി. ഇന്നലെ എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി. ഇന്ന് കാലത്തെ തന്നെ എഴുതണമെന്ന് വിചാരിച്ചു. പക്ഷേ സാധിച്ചില്ല. പഴയ സുഹൃത്തുക്കളും പഴയ ശത്രുക്കളും അങ്ങനെ ബഹളത്തിൻ്റെ നിറക്ക്. ഈ നാട് മുഴുവനും ഓടി നടക്കുകയായിരുന്നു. ഇടയ്ക്ക് ഒരു 10 റെക്കോർഡുകളും വാങ്ങി. അവിടെ നിന്ന് ഒടുവിൽ വാങ്ങിയ റെക്കോർഡ് യാദ് ആയേക്ക് ന ആയേ തുമാരി ഓടുന്ന വണ്ടിയിലിരുന്ന് പാടിച്ചു കേട്ടു. ഇനി നമ്മൾ എന്നാണ് കാണുക? കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിന് ഈ വിഷമമൊന്നുമില്ലായിരുന്നു. ആരറിഞ്ഞു ജീവിതത്തിൽ ഇങ്ങനെ ഒരാളുണ്ടാവുമെന്ന്? എൻ്റെ ദേവി ഇതിനകം എന്നെ മറന്നു കാണണമെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. പഠിച്ച് വേഗം പാസ്സാകണം. എനിക്ക് ആകപ്പാടെ മനസ്സിന് സുഖമില്ല. ഞാൻ ഇന്നോ നാളെയോ വീട്ടിൽ പോകും. ഇവിടെ താമസിക്കാൻ ശരിയായ ഒരിടം കിട്ടിയിട്ടില്ല. അടുത്ത കത്തിൽ വിവരങ്ങൾ വിശദമായി എഴുതാം. ഇത് ഒരു ഉണങ്ങിയ കത്താണ്. എൻ്റെ മനസ്സിന് പറ്റിയ ഒരു മുറിയല്ലിത്. വേറെ പലരും ഇതിലുണ്ട്. അധികവും പോക്കിരികളായ ചെറുപ്പക്കാരാണ്. സാഹിത്യകാരന്മാരും ഇതിലുണ്ട്. എല്ലാവരും കൂടി എന്നെ കളിയാക്കുകയാണ്. എൻ്റെ കഷണ്ടി തലയെ വർണ്ണിക്കുന്നു. പിന്നെ ഞാൻ കാലത്തെ എണീറ്റ് ഈ കത്ത് എഴുതുന്നത് ആർക്കാണെന്ന് അവർക്കറിയണം. കത്ത് കൊണ്ടു ചെന്ന് അഞ്ചൽ ഓഫീസിലിടാൻ പലരും വോളിയണ്ടർ ചെയ്യുന്നുണ്ട്. കത്ത് ഞാൻ തന്നെ കൊണ്ടിടും. അധ്യാപക പൗരൻ. അത് തിരികെ കൊടുക്കേണ്ടതാണ്. ആവശ്യം കഴിയുമ്പോൾ മടക്കി അയക്കണം. വേറെ വിശേഷമൊന്നുമില്ല. സുഖം. ക്ഷേമാശംസയോടെ സ്വന്തം ബഷീർ. പ്രിയപ്പെട്ട ദേവി, ഞാൻ ഇന്നലെ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു. ആൾബഹളം, ഗ്രാമഫോൺ ഈ കുഗ്രാമത്തിൽ ഒരു വിശേഷ സംഭവമാണ്. വന്ന ഉടനെ എല്ലാവർക്കും പാട്ട് കേൾക്കണം. എൻ്റെ മാതാവ്, സഹോദരികൾ, സഹോദരന്മാർ എല്ലാവർക്കും, പിന്നെ അയൽപ്പക്കങ്ങളിലുള്ളവരും. ആദ്യമേ വെച്ചത് ജബ് ചാന്ത് മേരാ നിക്ല, ഒടുവിൽ യാദ് ആയേ കീന ആയേ തും ഹാരി. പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പൊരുൾ എന്തെന്ന് മാത്രം ആർക്കും അറിഞ്ഞുകൂടാ. അധ്യാപക പൗരൻ. ആവശ്യം കഴിഞ്ഞെങ്കിൽ ആയത് വൈക്കം മുഹമ്മദ് ബഷീർ, തലയോലപ്പറമ്പ് എന്ന വിലാസത്തിൽ 2 ആഴ്ചക്കകം അയക്കണം. ആ പുസ്തകം കോട്ടയത്തുകാരൻ ഒരു പാതിരിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതനായ ഒരു പുസ്തകശാലക്കാരൻ ശ്രീ DC കിഴക്കേമുറി വാങ്ങിച്ച് അയച്ചതാണ്. ആയത് തിരികെ എത്തിക്കണം. ഞാൻ ഇവിടെ ഒരാഴ്ച ഉണ്ടാവും. അതിനുശേഷം ഇവിടെ നിന്ന് ഒളിച്ചു പോകണമെന്ന വിശ്വാസത്തിൽ കഴിയുന്നു. ഇതെൻ്റെ വീടാണ്. എൻ്റെ പഴയ മുറിയിലാണ് ഞാൻ. ഇപ്പോൾ കാരണവർ ഞാനാണ്. എല്ലാവരും കൂടി എന്നെ കൊണ്ട് ഒരു തടിച്ചു പെണ്ണിനെ കെട്ടിക്കാൻ ഭാവിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഇക്കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ കെട്ടണം, അല്ലെങ്കിൽ കെട്ടിക്കും. നാട്ടുകാരും വീട്ടുകാരും പറയുന്നു. അധികം പേരും മതഭക്തരായ മുസ്ലിമുകളാണ്. ഞാനൊരു സൂത്രം കണ്ടുവച്ചിട്ടുണ്ട്. ആ തടിച്ചു പെണ്ണിനെ കെട്ടിയേ തീരൂ എന്നുള്ള ഘട്ടം വരുന്നതിന് മുമ്പ് ഞാൻ തനി കുടിയനാണെന്നുള്ള ഒരു വാർത്ത പരത്തും. കുടിച്ചു തന്നെ. ഈ കുഗ്രാമത്തിൽ വെറും കള്ളും പട്ടച്ചാരയുമേ കിട്ടൂ. രണ്ടും വാങ്ങിക്കുടിച്ച് തടിച്ചു പെണ്ണിൻ്റെ താടിക്കാരൻ വാപ്പയുടെ അടുത്ത് ചെന്ന് മതസംബന്ധമായി കുറേ സംസാരിക്കും എന്ന് സ്വന്തം ബഷീർ. ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ്. പ്രിയപ്പെട്ട ബഷീർ, ഹാർദമായ അഭിനന്ദനം. ചടച്ചവരേക്കാൾ നല്ലതല്ലേ തടിച്ചവർ? പ്രത്യേകിച്ചും മംഗളോദയ നഴ്സിംഗ് ഹോം. കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഇഞ്ചക്ഷൻ എന്തൊക്കെയോ ചിലത് പറഞ്ഞതായി ഓർക്കുന്നു. ആ സ്ഥിതിക്ക് നല്ല ആരോഗ്യമുള്ളവർ തന്നെയാകട്ടെ സഹധർമ്മിണി. സഹോദരിമാരെയും മാതാവിനെയും നാട്ടുകാരെയും തൃപ്തിപ്പെടുത്തുക.
മനസാക്ഷി സമ്മതിക്കുന്നെങ്കിൽ മംഗളാശംസ. ഹേ ബീരു, മനസാക്ഷി സമ്മതിക്കുന്നില്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കണ്ട ഒരു മാർഗം മദ്യപാനം. 34 വയസ്സായ ഒരു പുരുഷൻ്റെ കണ്ടുപിടുത്തം. ജുഗുപ്സാവഹമായ ഭീരുത്വമെന്നല്ലാതെ അതിലൊന്നും എനിക്ക് പറയുവാനില്ല. ഞാൻ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നായകനാണെന്ന്. എന്നിട്ടൊരു പുരുഷൻ, ഒരു കലാകാരൻ, ലജ്ജാവഹം. ഹേ കലാകാരാ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചുവോ? വ്യക്തി സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കാൻ മദ്യപാനത്തെ വരികയോ? ഇത് സ്വബോധമുള്ള അവസരത്തിൽ തന്നെയോ എഴുതിയത്? അതോ അത് പണ്ടത്തെ തൊഴിൽ തന്നെയോ? നിങ്ങളൊരു മുസൽമാനല്ലേ? ഇത്രമാത്രം ഭീരുത്വമോ? വാസ്തവത്തിൽ എനിക്ക് നല്ല ചുട്ടപ്പെട പിടയ്ക്കുവാൻ തോന്നുന്നുണ്ട്. നല്ല വടികൊണ്ട്. ബീരു, നിങ്ങളെ അങ്ങനെ 1000 തവണ വിളിക്കട്ടെ. ഇനി ബഷീർ, താങ്കൾ അതുമാത്രം ചെയ്യരുത്. മദ്യപാനം, ഞാൻ അതിനെ വെറുക്കുന്നു. ലോകം മുഴുവനും അതിനെ വെറുക്കുന്നു. ഇത് പഴഞ്ചൻ അഭിപ്രായമായിരിക്കാം, എന്നാലും ക്ഷതഹൃദയാനുഭാവിയല്ലേ നിങ്ങൾ? താങ്കൾ അതുമാത്രം ചെയ്യരുത്. അയ്യോ, അത് ശീലിക്കരുത്. സോദര, താങ്കളൊരു ദരിദ്രനായിരുന്നുവെന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞു. ആ കാലത്തെ മറക്കാതെ പണം സൂക്ഷിച്ചു ചെലവ് ചെയ്യുക, ജീവിക്കുക. 10,000-വും ലക്ഷവും നിമിഷത്തിൽ പറക്കും. അതോർക്കണേ. ഭാവിയെ തീരെ വിസ്മരിക്കരുതേ. ഞാൻ ആരുമല്ല ഉപദേശിക്കാൻ, എനിക്ക് അധികാരവുമില്ല. എന്നാലും സ്വല്പകാല പരിചയം. ക്ഷമിക്കണേ, നാടകം സാധ്യമല്ലെങ്കിൽ വേണ്ട. 4-5 ദിവസം കോളേജില്ലാത്തതിനാൽ എഴുത്തുകളെല്ലാം ഇന്നലെയാണ് കിട്ടിയത്. അതാണ് മറുപടിക്ക് താമസിച്ചത്. കോളേജിൽ നിന്ന് പൂട്ടി. ഇനി ജനുവരി 3-ാം തീയതി തുറക്കും. ഞാൻ 21-ാം തീയതി ഇവിടം വിടുന്നു. ജനുവരി 2-ാം തീയതിയേ വരികയുള്ളൂ. പല ദിക്കിലുമായി അങ്ങനെ കഴിയണം, ഒരു വെറും മാറ്റത്തിന് വേണ്ടി. അധ്യാപക പൗരൻ കോളേജ് തുറന്നേ തിരികെ തരികയുള്ളൂ. ഉടമസ്ഥനോട് 2 ആഴ്ച ക്ഷമിക്കാൻ പറയുക. ധനു 8-ാം തീയതി കഴിഞ്ഞാലത്തെ മേൽവിലാസം കോളേജിലേക്ക് മതി. കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കുകയായിരിക്കും നല്ലത്. ഈ കവറുകൾ എനിക്ക് എന്തിനയച്ചു? വരുന്ന കൊല്ലം ഞാനൊരു ഉദ്യോഗസ്ഥയാകുമ്പോൾ മിസ്സിസിനെയും കൊണ്ടുവന്ന് എൻ്റെ അതിഥിയായി താമസിക്കണം. ക്ഷണക്കത്ത് അയക്കാൻ മറക്കരുത്. ഞാൻ വിവാഹിതയാണെങ്കിലും വരണം. എൻ്റെ ക്ഷണം കഴിഞ്ഞു കുടിക്കരുത്. ജനുവരി 3-ാം തീയതിക്ക് ശേഷം മറുപടി കാക്കുന്നു. വിത്ത് ലവ്, വിത്ത് ബെസ്റ്റ് ലവ്, യുവേഴ്സ് ദേവി. വിരോധമില്ലെങ്കിൽ ഇത് തിരിച്ചയക്കുക. ഉണ്ടെങ്കിൽ വേണ്ട. വൈക്കം മുഹമ്മദ് ബഷീർ, KMA, ഔഷധശാല. സ്നേഹമയ്യർ ദേവി. പുതുവത്സരം പുലർന്നു കഴിഞ്ഞു. ദേവിക്ക് ഞാൻ മംഗളം ആശംസിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനാകെ. ദേവി, ഞാൻ വന്നു ചേർന്നിരിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ചു. അമ്മ, സഹോദരി, സഹോദരന്മാർ, വീട്, നാട്, മറ്റു ബന്ധങ്ങൾ ഒന്നുമില്ല. ഞാൻ തനിച്ച്. ദേവിയുടെ അടുത്തേക്കാണ് ഞാൻ വന്നത്. വന്ന ഉടനെ കാണണമെന്ന് വിചാരിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു പോയി. ഞാൻ വന്നില്ല. ആ മുഖമൊന്ന് കാണാൻ, ആ ശബ്ദമൊന്ന് കേൾക്കാൻ കലശലായ ആഗ്രഹമുണ്ട്. പക്ഷേ ദേവിക്ക് എന്നെ കാണുന്നത് അഹിതമാണെങ്കിലോ? ഞാൻ സംശയിക്കുന്നു. വേണമെങ്കിൽ ഇനി എന്നെ ദേവി വിളിക്കണം, അല്ലാതെ ഞാൻ വരികയില്ല. ദേവിയുടെ അയൽപ്പക്കത്ത് തന്നെ. എന്നാലും ഞാൻ വരികയില്ല, കാണുകയുമില്ല. പ്രേമമില്ലാത്തതുകൊണ്ടല്ല, തീവ്രമായ പ്രേമമുണ്ട്. ദേവിയെ കെട്ടിപ്പിടിച്ച് ആ ശരീരത്തിലൊക്കെ ചുംബിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നെനിക്ക് വിശദമായി അറിയണം. ഇപ്പോൾ ദേവി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു എന്നെനിക്ക് എഴുതിയിരുന്നു 1 മാസത്തിന് മുൻപ്, കഴിഞ്ഞ കൊല്ലത്തിൽ. ഈ പുതുവത്സരത്തിൽ ദേവി എന്ത് പറയുന്നു? ദേവി ഇഷ്ടമുള്ളത് പറയൂ, മനസ്സിൽ തോന്നുന്നത് പറയൂ. പക്ഷേ പറയുന്നത് സത്യമായിരിക്കണം. ദേവിക്ക് ഇപ്പോൾ എന്നോടുള്ള മനോഭാവം എന്ത്? അതറിഞ്ഞിട്ട് വേണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി തയ്യാറാക്കാൻ. അതുകൊണ്ട് എൻ്റെ ദേവി വളരെ ആലോചിച്ച് കാര്യമായി എഴുതുക. എന്തും എഴുതൂ. എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ വിവരം സത്യമായും എന്നെ അറിയിക്കണം. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദേവി എൻ്റെ ഭാര്യയാവുമോ? ദേവിയുടെ ബഷീർ. മൈ ഡിയറസ്റ്റ്, I answer the first part of the question affirmatively. I do love you. For the second part, let me think a while. I shall give a definite answer after 2 weeks. Before that, if you leave here, inform me. Ever yours, ദേവി. മുകളിലത്തെ കത്ത് പെൻസിലിലാണ്, കവറിലെ അഡ്രസ്സും. കത്ത് കിട്ടിയ അന്ന് രാത്രി ഞാൻ KSൻ്റെ വീട്ടിൽ ചെന്നു. ഗ്രാമഫോണുമായിട്ട്. വേറെ പലരും ഉണ്ടായിരുന്നു. ആദ്യമേ വെച്ചത് യാദ് ആയേക്കിനെ ആയേ ആണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേവി വന്നു. KSും മറ്റും ഞങ്ങളുടെ രഹസ്യം അറിഞ്ഞിരുന്നു. എങ്കിലും ദേവി വന്നു, ഒന്നും പറഞ്ഞില്ല. പുസ്തകങ്ങൾ അധ്യാപക പൗരനും തന്നിട്ട് പോയി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ കൂടെ കണ്ടു തുടങ്ങി. ഒരു ദിവസം പറഞ്ഞു, മറുപടി ഉടനെ തരാം, ഞാൻ എൻ്റെ ചേട്ടനെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മറുപടി തരും മുമ്പ് എനിക്ക് ഒരു കത്തുകൂടി തരാനുണ്ട്. എന്നിട്ട് മതി ദേവിയുടെ മറുപടി. വേറൊരു ദിവസം സന്ധ്യയ്ക്ക് പ്രസാദം തന്നു. പിറ്റേ ദിവസം ഒരു കത്തും, വളരെ ദീർഘമായത്, ഇംഗ്ലീഷിലാണ്. കത്ത് പകൽ 10 മണിക്ക് ദേവി കോളേജിലേക്ക് പോകുന്ന വഴി തന്നു. അന്ന് രാത്രി ഞാൻ ഒരു സ്വപ്നവും കണ്ടു. ഒരു പാമ്പ് എന്നെ കൊത്തിയതായിട്ട്. സ്വർണ്ണ നിറത്തിലും മറ്റുമുള്ള ഈർക്കിലി നീളത്തിലുള്ള ചെറിയ പാമ്പുകൾ. അതിൻ്റെ ഇടയിൽ നിന്ന്
ചവണ്ട നിറത്തിലുള്ള ഒരു പാമ്പ്. വല്ലാത്ത വിഷമുള്ള കെട്ട ജാതി. അത്തരം മുമ്പെങ്കും കണ്ടിട്ടില്ല. ഇറങ്ങാത്ത വിഷമുള്ള ഒരു ജാതി. അത് കൂട്ടത്തിൽ നിന്ന് ഇഴഞ്ഞു വന്ന് എൻ്റെ വലത് കാലിൽ ഒന്ന് പതുക്കെ കൊത്തിയിട്ട് അങ്ങനെ ഇഴഞ്ഞു പോയി. അതിൻ്റെ വിഷം ഭയങ്കരമായി കയറി തുടങ്ങി. മുമ്പൊരിക്കലും ഒരു പാമ്പ് കൊത്തി എന്ന് ഞാൻ കിനാവ് കണ്ടു. അന്ന് വിഷം കയറിയില്ല. ഇക്കുറി വല്ലാതെ കടുപ്പോടെ കയറി തുടങ്ങി. ഞാൻ കണ്ണു തുറന്നു. കാലത്തെ കുളി കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് 10 മണിയോടെ ദേവിയെ കണ്ടു. കടും ചുവപ്പ് കരയുള്ള ഇളം ചുവപ്പ് സാരി. കണ്ടപ്പോഴേ ദേവി ഉള്ളു തുറന്നു സുന്ദരമായി ചിരിച്ചു. ഞാൻ ചെന്നു ഒരു പുസ്തകം തന്നു. എന്നിട്ട് പോയി. അതിൽ അഡ്രസ്സ് എഴുതാത്ത ഒരഞ്ചൽ കവർ. ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്ത് പെൻസിലിൽ R എന്ന് എഴുത്ത് ഞാൻ പൊട്ടിച്ചു വായിച്ചു. ദേവി എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. എഴുത്ത് അതേപടി മലയാളത്തിലാക്കി താഴെ ചേർക്കുന്നു.